പവി, നൗ ഐ എം കോൺഫിഡന്റ്. ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കാൻ കരുത്തുള്ള കൈകളിൽ നമ്മുടെ കമ്പനി ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. ചികിത്സ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും ഇപ്പോഴത്തെ എല്ലാ ക്രൈസിസും നീ ഓവർകം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് കൂടെ നിന്ന് ചതിക്കുന്നവർ ആരാണെന്നാ. അക്കാര്യം എനിക്ക് വിട്ടേക്കും പപ്പാജി. നമ്മുടെ ശമ്പളം വാങ്ങിക്കൊണ്ട് ഏഞ്ചലിന് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന ആരാണെന്ന് അധികം വൈകാതെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ പപ്പാജി, ഇറ്റ്സ് മൈ വേർഡ്. യു ക്യാൻ മൈ സൺ ആൻഡ് യു വിൽ. ആ വിശ്വാസം നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ് നിന്റെ സമ്മതം പോലും ചോദിക്കാതെ കമ്പനി ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. ഇപ്പൊ ആലോചിക്കുമ്പോ എന്റെ ഈ തീരുമാനം കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്ന് തോന്നുന്നു. എന്റെ ഈ തീരുമാനം പെട്ടെന്നായി പോയതുകൊണ്ട് നീ ഒട്ടും പ്രിപ്പയർഡ് അല്ലാന്ന് എനിക്കറിയാം. എന്നാലും എത്രയും പെട്ടെന്ന് പറ്റിയാൽ നാളെ തന്നെ നീ ഓഫീസിൽ ജോയിൻ ചെയ്യണം. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഫോറിൻ ജേർണലിന് വേണ്ടി കുറച്ച് അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു. സാരമില്ല, എനിക്കത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. പപ്പാജിയുടെ ആഗ്രഹം പോലെ നാളെ തന്നെ ഞാൻ ജോയിൻ ചെയ്തോളാം. ഗുഡ്. ആ പിന്നെ പപ്പാജി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഹേയ്, റിക്വസ്റ്റ്? കം ഓൺ ബേബി, എന്താ അത്? കമ്പനിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായി ഞാൻ എല്ലാത്തിനും മുന്നിലുണ്ടാവും. ഫിനാൻസ് സെക്ഷൻ നവീന്റെ കീഴിലല്ലേ? തുടർന്ന് അങ്ങോട്ടും ആ ഡിപ്പാർട്ട്മെന്റ് അവൻ തന്നെ ഹെഡ് ചെയ്യട്ടെ. അല്ലെങ്കിൽ അത് അവനൊരു വിഷമായി തോന്നിയാലോ? ഫിനാൻസിന്റെ ചാർജ് അവനെ ഏൽപ്പിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. നവീൻ മിടുക്കനാ. പക്ഷെ പ്രായത്തിന്റെ ഒരു എടുത്തിയാട്ടമുണ്ട്. എല്ലാ കാര്യത്തിലും അവനെ ഗൈഡ് ചെയ്യാൻ നീ ഉണ്ടാവണം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം പപ്പാജി. സത്യം പറയാലോ പവി, ഐ എം ഫീലിംഗ് ഫ്രീ നൗ. ഉത്തരവാദിത്തങ്ങളെല്ലാം നിന്നെ ഏൽപ്പിച്ചപ്പോ മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞു. പപ്പാജി കിടക്കുന്നില്ലേ? നേരെ ഒരുപാടായി. മമ്മി വെയിറ്റ് ചെയ്യാ. ഇനിയൊന്ന് ഉറങ്ങണം സുഖമായി. ഗുഡ് നൈറ്റ് മൈ സൺ. ഗുഡ് നൈറ്റ് പപ്പാജി. നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇത് മറക്കാണ്ട് ബാഗിൽ വെക്ക്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ക്ഷമ. ക്ഷമ ഓഫീസിലെത്തിയോ? ഇല്ല സർ, ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ. സാർ എന്താ വിളിച്ചത്? ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ ഓഫീസിലെത്തും. ഞാൻ കരുതി ക്ഷമ ഓഫീസിലെത്തി കാണുമെന്ന്. ഇല്ല സർ, സമയമാവുന്നല്ലേ ഉള്ളൂ സർ. യെസ്, പറ്റുമെങ്കിൽ കുറച്ച് നേരത്തെ എത്താൻ നോക്കും ക്ഷമ. താൻ വന്നിട്ട് എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഫയൽസ് നോക്കാനുണ്ട്. ഓക്കെ സർ, ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാൻ ഉടനെ എത്താം. ഓക്കെ സർ. അമ്മേ, ഞാൻ ഇറങ്ങാ. നവീൻ സാറെ വിളിച്ചത് ഉടനെ ഓഫീസിൽ എത്തണോന്ന്. മോളെ നിക്ക്, ഈ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോ. ചേച്ചി 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 ഇറങ്ങിയോ? ചേച്ചി നേരത്തെ നവീൻ സാർ വിളിച്ചു, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ചേച്ചി ഒരു 2 മിനിറ്റ്, ഞാൻ ഡ്രസ് മാറി പെട്ടെന്ന് വരാം. പറ്റില്ല പറ്റില്ല,
നിന്നെ വെയിറ്റ് ചെയ്ത സമയം കളയാനില്ല എനിക്ക്. ഞാൻ ഇറങ്ങാം. ചേച്ചി പ്ലീസ്, ഞാൻ ഒട്ടും സമയം എടുക്കില്ല. 2 മിനിറ്റ്, ഞാൻ ഓടി വരാം. പോവല്ലേ പ്ലീസ്, ഞാൻ ഇപ്പൊ വരാം. ഷോ, ഇപ്പൊ നവീൻ സാർ അവിടെ എത്തിക്കാണും. അമ്മ ഞാൻ പോവാ. നീ ഒരു മിനിറ്റ് നിക്ക്, അവള് കൂടെ വന്നോട്ടെ. രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നേ? അയ്യോ, അവളെ വെയിറ്റ് ചെയ്ത് നിന്ന നവീൻ സാറിന്റെ ചീത്ത മൊത്തം ഞാൻ കേൾക്കണം. ഞാൻ പോവാ അമ്മ. നീ ഇറങ്ങ. ആ, ദേമളോടെ അവള് റെഡിയായില്ല. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. ക്ഷമ, ചേച്ചി ചേച്ചി പോവല്ലേ ചേച്ചി, ഞാനും ഉണ്ട്. കണ്ടോ, ഞാൻ ഇത്ര പെട്ടെന്ന് റെഡിയായി വന്നിട്ടും ചേച്ചി എന്നെ കൂട്ടാതെ പോയി. അവക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് അത്യാവശ്യം? ഒന്നുമല്ല, ഇത് മനഃപൂർവ്വം ചെയ്തതാ. എന്നെ ഒപ്പം കൂട്ടുന്നത് ചേച്ചിക്ക് നാണക്കേടാവും. അതൊക്കെ നിന്റെ വെറും തോന്നലാ മോളെ. അവൾക്ക് അങ്ങനെയൊന്നുമില്ല. അല്ല, അഥവാ ഇനി അവൾക്ക് അങ്ങനെ തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നീ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയല്ലേ? അമ്മ എന്ത് പറഞ്ഞാലും ചേച്ചിയുടെ പക്ഷത്താ. ഞാൻ ആരുടെയും പക്ഷത്തൊന്നും അല്ല. ന്യായം കണ്ടാ അത് പറയും. നിനക്കെന്താ അവളൊപ്പം റെഡിയായാല്? അതെങ്ങനെയാ? എല്ലാവരും സാമട്ടല്ലേ. എന്തെങ്കിലും കഴിക്കായിരുന്നാ അതിനും വേണം 1 മണിക്കൂർ. അപ്പൊ എങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. പോട്ടല്ലേ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ അവൾ ഇന്നത്തെ ദിവസം നീ കളയാൻ നിൽക്കണ്ട. മോളെ വിഷമിക്കണ്ട. ചേച്ചിക്ക് പോകാൻ തിരക്കണ്ടായിട്ട് പോയതല്ലേ. നാളെ നിങ്ങൾക്ക് 2 ആൾക്കും ഒരുമിച്ച് പോവാലോ. വേണ്ട അച്ഛാ, എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലാത്തവരുടെ കൂടെ എനിക്കിനി പോവണ്ട. തനിച്ചു പോവാൻ എനിക്കറിയാം. ഇങ്ങനെ 2 പെൺകുട്ടികൾ ഇവിടെ മാത്രമേ കാണുള്ളൂ. എന്തായാലും പറ്റിയ പേരാ അച്ഛൻ 2 ചാർത്തി കൊടുത്തിരിക്കുന്നത്. ക്ഷമയും ദയയും. 2ന്റെ 7 അയലത്തൂടെ പോയിട്ടില്ല ഈ പറഞ്ഞതൊന്നും. പിള്ളേരല്ലേ, എല്ലാം ശരിയാവോടി. താങ്ക്സ് ചക്ര. താങ്ക്സ്. നിന്റെ കയ്യിൽ വെച്ചേക്ക്. എടുക്കെടുക്ക്, എന്നെ കാശ് എടുക്ക്. ആ കാശ് കയ്യിലുണ്ടെങ്കിൽ നിന്റെ ഈ തുരുമ്പിനകത്ത് ഞാൻ കേറുമായിരുന്നോ? വല്ല ഓട്ടോയോ ടാക്സിയോ പിടിക്കുമായിരുന്നു. എങ്ങനെ ഇത്തിരി മനുഷ്യപ്പറ്റി വിചാരിച്ചപ്പോ നിനക്കിത് തുരുമ്പായി അല്ലേടി? വരും മോളെ വരും. ഇനിയും നിന്റെ ചേച്ചി തെണ്ടിത്തരം കാണിക്കുമ്പോഴേ പ്ലീസ് ഒന്നേ ഏൽപ്പെടാന്ന് പറഞ്ഞ് നീ എന്റെ മുന്നിൽ തന്നെ വരും. അന്ന് ഞാൻ കാണിച്ചുതരാവേ. പെണങ്ങല്ലടി മോളെ, ആദ്യം ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ, പിന്നെ നമ്മള് പൊളിക്കില്ലേ. നിനക്ക് 1 ലോഡ് ഐസ്ക്രീമും നിന്റെ ഈ സുന്ദരിക്ക് വയറ് നിറച്ച് പെട്രോളും പോരെ? നടന്ന തന്നെ. ഒരു താടിക്കാരൻ ഫംഗ്ഷന് വന്ന് നിന്നെ ഉമ്മിച്ചത് അയാളാണോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. നോക്ക്, നല്ലോണം നോക്ക്. അയാളാണോ? ഇവളുമാര് കൊള്ളാലോ, ഇങ്ങോട്ട് ചൂട് അടിക്കുന്നു. ഒന്ന് മുട്ടി നോക്ക്. നീ എന്ത് പണിയാ കാണിച്ചത്? നീ നോക്ക് പെണ്ണെ. ഈശ്വരാ, അയാൾ ഇങ്ങോട്ട് വരുന്നു. വല്ല കാര്യമുണ്ടോ നിനക്ക്? എന്താ? എന്തെന്താന്ന്? അല്ല, ആരോ വിളിച്ച പോലെ തോന്നി. ഞങ്ങൾ ആരെയും വിളിച്ചില്ലല്ലോ. നീ വിളിച്ചോ? സോറി, ചിലപ്പോ എനിക്ക് തോന്നിയതാവും. സോറി കേട്ടോ. ആയിക്കോട്ടെ. ഹായ്. ഹായ്. ഇയാളല്ലെന്ന് ഉറപ്പാണല്ലോ. അയ്യോ, ഉറപ്പാണ്. നീ അത് വിടുകൊച്ചേ. ആളാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ നീ കണ്ടുപിടിച്ചേനെ. നിന്നെ കൊണ്ട് ഇതൊന്നും നടപ്പിലാവുന്ന കേസല്ലാന്ന് എനിക്കറിയാലോ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ അവനെ ഞാൻ സ്റ്റാൻഡിലെടുത്തന്നെ. ഞാനൊരു ഐഡിയ പറയാം. നിന്റെ ഓഫീസിലെ താടി വെച്ച കൊരങ്ങന്മാരുടെ ഒക്കെ ഫോട്ടോ അവന്മാരറിയാതെ നിന്റെ മൊബൈലിൽ എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് നോക്കാം. ആളെ ഞാൻ ഈസി ആയിട്ട് പൊക്കി കൈ തരാം. ഐഡിയ ഈസ് ഗുഡ്. ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? നോക്കിയാ പോരാ, സംഭവം നടക്കണം. നോക്കാടി. എന്നാ ഞാൻ പോട്ടെ. ഇനി ലേറ്റായ ആ എലിസബത്ത് മാഡം ചൊറിയും. ഓക്കെടി, നീ വിട്ടോ. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, എല്ലാ താടി വാലാസിനെ തട്ടി മൊബൈലിൽ കയറ്റിക്കോ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. വിജയ് ഭവ. ശരി എന്നാ, ബൈ.
എത്തിയല്ലോ അതുപോരെ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് എന്റെ ബോസ് പറയുന്ന അനുസരിച്ചല്ലേ പറ്റൂ. അതിന് ചേച്ചിയോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ദേ എത്തിയോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് ചേട്ടാ. എന്താ ലേറ്റ് ആയത്? ഞാൻ ലേറ്റ് ആയില്ലല്ലോ. സമയം 9:35 കഴിഞ്ഞല്ലേ ഉള്ളൂ. മതിയല്ലോ. അതെ, ഷാർപ്പ് 9:30 തന്നെ എല്ലാവരും പഞ്ച് ചെയ്യണമെന്നാണ് ഇവിടുത്തെ റൂള്. ഇതുവരെ 5-10 മിനിറ്റ് വൈകിയാലും നവീൻ സാർ കണ്ണടയ്ക്കുമായിരുന്നു. പക്ഷെ ഇനി അത് പറ്റില്ല. അതെന്താ? ഇനി മുതൽ നവീൻ സാറിന് കണ്ണടയ്ക്കാൻ പറ്റില്ല? അതല്ല കുട്ടി, ഇന്നു മുതൽ പവൻ സാർ ചാർജ് എടുത്തു. ആള് നവീൻ സാറിനെ പോലൊന്നും അല്ല, ഭയങ്കര സ്ട്രിക്റ്റാ. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാ കടുകട്ടി സ്ട്രിക്റ്റ്. ആര് ചാർജ് എടുത്താലും നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യണ്ടേ ജഗ്ഗു ചേട്ടാ. പിന്നെ സ്ട്രിക്റ്റ് ആകുന്ന കാര്യം കൂടി വന്നാ ഇവിടുന്ന് പിരിച്ചുവിടും. അല്ലാതെ തല വെട്ടിക്കളയൊന്നുമില്ലല്ലോ. എന്താ ഇവിടെ തന്നോട് ഫയൽ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കണോ? നമ്മുടെ പവൻ സാറ് ജോയിൻ ചെയ്ത കാര്യം ഈ കുട്ടിയോട് പറയായിരുന്നു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നാളെ മുതൽ ഷാർപ്പ് 9:30 തന്നെ താൻ പഞ്ച് ചെയ്തിരിക്കണം. ലേറ്റ് ആയി വന്നിട്ട് വെറുതെ ലെയിം എക്സ്ക്യൂസ് പറയാൻ നിൽക്കരുത്. ശരി. ഇനി ഇയാളായിരിക്കോ ആ താടിക്കാരൻ? ഹലോ ഏഞ്ചൽ. ഹേ നവീൻ, what are you doing there? നീ ഇതുവരെ ആ ഫയൽ സെൻഡ് ചെയ്തില്ലേ? ഐ എം ഓൺ ഇറ്റ്. ഞാനത് ട്രൈ ചെയ്യുക, പക്ഷെ സെൻഡ് ആവുന്നില്ല. നെറ്റ്വർക്കിന് എന്ത് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. Damn it. 10:30 എനിക്ക് റോയൽ ഹെഡിന്റെ ബിസിനസ് ഹെഡുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന നെഗോസിയേഷൻ നടക്കണമെങ്കിൽ എനിക്ക് ആ ഫയൽ ഉടനെ കിട്ടിയേ പറ്റൂ നവീൻ. പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഏഞ്ചൽ, ഐ എം ട്രൈയിങ്. നീ ഒന്ന് ഫോൺ വെക്ക്, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. ചേട്ടൻ എപ്പോഴും ഇവിടേക്ക് വരുന്നതെന്നും. ക്ഷമ, പ്ലീസ് കം. യെസ് സർ. ആ ക്ഷമ, തന്റെ ലാപ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല സർ. എന്തു പറ്റി? ഞാനൊരു എക്സ്പേർട്ട് വെരിഫിക്കേഷന് വേണ്ടി ഈ ഫയൽ ഒന്ന് സെൻഡ് ചെയ്യാൻ നോക്കിയതാ. 2-3 തവണ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. ലെറ്റ് മീ ട്രൈ സർ. Yeah. സെൻഡ് ആവുന്നില്ലല്ലോ സർ. ഇനി നെറ്റ്വർക്ക് ഫെയിലർ വല്ലതും? നോ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്തതാ. ഓ ഗോഡ് സർ, സിസ്റ്റം ഫെയിലർ കാണിക്കുന്നു. നെറ്റ്വർക്ക് ഹാങ് ആണല്ലോ. അറിയില്ല, എന്റെ സിസ്റ്റം ഹാങ് ആയിരിക്കുമോ.
താനിത് ശരിക്കും ചെക്ക് ചെയ്തു? എന്റേത് ഹാങ്ങാ. തന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല. ഇതെന്താ നെറ്റ്വർക്ക് ഇല്ലേ? ജഗു, എല്ലാവരുടെയും സിസ്റ്റം ഹാങ് ആയി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ആ ടെക്നിക്കൽ സൈഡിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയല്ലേ മാഡം? എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആകും. ഞാൻ വിളിക്കട്ടെ. ഓക്കെ മാഡം. ഹലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ജഗു? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. മാഡം എന്തായാലും വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ പ്ലീസ്. ഓക്കെ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതിപ്പോ എന്തായിരിക്കും പ്രോബ്ലം? എന്താ എന്ത് പറ്റി? എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു സാർ. എല്ലാവരും സിസ്റ്റവും ഹാങ് ആയി. നവമി മാഡം സെക്ഷനിലേക്ക് വിളിച്ചു നോക്കി, പക്ഷേ കോൾ കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല ജഗ്ഗു. ഞാൻ പറഞ്ഞിട്ടാ ഈ ഓഫീസിലെ എല്ലാ സിസ്റ്റംസും ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഗേൾസ് ആൻഡ് ഗൈസ്, എക്സ്ക്യൂസ് മീ, ഐ വാണ്ട് ടു ഷെയർ യു സംതിങ്. അതിലൊന്നാമത്തെ കാര്യം, ഇന്ന് ഉച്ചവരെ നിങ്ങളുടെ എല്ലാവരുടെയും ലാപ്ടോപ്സും ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. അതിന്റെ കാരണം കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാളുകളായി നമ്മുടെ കമ്പനിയുടെ പല പ്രധാനപ്പെട്ട ഡേറ്റാസും ഇവിടുന്ന് ലീക്ക് ഔട്ട് ആവുന്നുണ്ട്. അതുവഴി കമ്പനി ഏറ്റെടുക്കേണ്ടിയിരുന്ന പല വലിയ പ്രോജക്റ്റുകളും നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. സാമ്പത്തിക നഷ്ടത്തേക്കാൾ മാനേജ്മെന്റിനെ അലട്ടുന്നത് ആരാണ് ഈ കമ്പനിയിൽ ഈ വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്നതാണ്. കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കമ്പനി ചതിക്കുന്ന ഈ ഒറ്റുകാരാരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ? അതുകൊണ്ട് ഇന്നു മുതൽ ചില റെസ്ട്രിക്ഷൻസ് നമ്മുടെ കമ്പനിയിൽ നടപ്പാക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. നവീൻ, ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫുകളുടെയും ലാപ്ടോപ്സ് എന്റെ ക്യാബിനിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. ആൻഡ് മേക്ക് ഷുവർ അതിൽ ഒരെണ്ണം പോലും മിസ്സാവാൻ പാടില്ല. ശരിയേട്ടാ. ആൻഡ് വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്, ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മളൊന്ന് കൂടുന്നു കോൺഫറൻസ് ഹാളിൽ. ഓക്കെ? ഓക്കെ സാർ. മിസ് നവമി, യെസ് സർ. ഇന്ന് ഈ ഓഫീസിൽ ആരാ ലാസ്റ്റ് പഞ്ച് ചെയ്തത്? അത് ദയാ സിദ്ധാർത്ഥാണ് സർ. ദയാ സിദ്ധാർത്ഥ്. സർ, എല്ലാവരുടെയും ലാപ്ടോപ്പ് ഇപ്പൊ തന്നെ കളക്ട് ചെയ്യിപ്പിക്കട്ടെ. യാ ഷുവർ. ജഗു. യെസ് മാഡം. എലിസബത്ത് മാഡം, പവൻ സാർ പണി തുടങ്ങി. ഹേ, പവൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. കഴിഞ്ഞ വർഷവും ഇതുപോലെ സാറിനെ കമ്പനി ഏൽപ്പിക്കാനുള്ള നീക്കം അശോക് സാർ നടത്തിയിരുന്നു. പക്ഷെ പവൻ സാർ പിടികൊടുത്തില്ല. ആ നറുക്കാണ് അന്ന് നവീൻ സാറിന് വീണത്. അതുകൊണ്ട് കമ്പനി ഇപ്പൊ നന്നായി പോകുന്നു. പവൻ സാറിന് ബിസിനസിനെ കുറിച്ച് വലിയ പിടിയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ നാൻസി പറഞ്ഞത്. പുള്ളിക്കാരന് നാച്ചുറൽ ഫോട്ടോഗ്രാഫി ആണെന്ന് പറഞ്ഞ് ലോകം ചുറ്റിയടിക്കാനാണ് ഇഷ്ടം. കുടുംബത്തിലെ കാശുണ്ടെങ്കിലേ അങ്ങനെ പല ഭ്രാന്തും ആകാലോ. ബിജി സാർ ഇത് എന്തറിഞ്ഞിട്ടാ? അങ്ങേര് ലോകം ചുറ്റുന്നതേ കുടുംബത്തിലെ കാശ് കണ്ടോണ്ടൊന്നുമല്ല. വലിയ വലിയ ഫോറിൻ മാഗസീനിലൊക്കെ പവൻ സാർ എടുത്ത ഫോട്ടോസ് അച്ചടിച്ച് വരുന്നതിനെ കാശ് എത്രയാ വാങ്ങുന്നെന്ന് അറിയാമോ? ലക്ഷങ്ങളാ, ലക്ഷങ്ങള്. പിന്നെ ലക്ഷങ്ങള്. ഒന്ന് പോ ജഗു. ഏതായാലും പവൻ സാർ ഓഫീസിന്റെ ചാർജ് എടുത്തേ പിന്നെ ഈ ജഗു അങ്ങേരുടെ കോളാമ്പിയായി. അത് ശരിയാ, ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, എനിക്കാരുടെയും കോളാമ്പി സ്പീക്കറും ഒന്നും ആവണ്ടേ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. ജഗു, ഈ പടം പിടിച്ച് നടക്കുന്ന പോലെയല്ല കമ്പനി നടത്തിപ്പ്. അതിന് കുറച്ച് എക്സ്പീരിയൻസും ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പവൻ സാറിന് ഇതൊന്നും അറിയില്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? പുള്ളിയെ MBA സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ പയറ്റി തെളിഞ്ഞ ആളാ. ഒന്ന് പോ ജഗു ചേട്ടാ, ഇങ്ങനെ അങ്ങോട്ട് തള്ളി മറിക്കല്ലേ. ആളെ കണ്ടാലും പറയും ഭയങ്കര MBA ആണെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ പോയി എലിസബത്ത് മാഡത്തിനടുത്തോ നവമി മാഡത്തിനടുത്തോ ചോദിച്ചു നോക്ക്. എന്നോട് ഇതെല്ലാം പറഞ്ഞതേ നവമി മാഡമാ. അത് ശരിയാണല്ലോ. പവൻ സാറിനെ കുറിച്ച് A to Z അറിയാവുന്നത് നവമി മാഡത്തിനായിരിക്കും. പിന്നെ അത് പിന്നെ അങ്ങനെ ആണല്ലോ.
സാറിന് ഇതുവരെ കണ്ടില്ലല്ലോ. ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട സാറ് അവിടെ ക്യാബിനില് ആ ഹാക്കറുമായിട്ട് എന്തോ സീരിയസ് ഡിസ്കഷനിലോ. ഇവിടുത്തെ സ്പൈ മിക്കവാറും ഇന്ന് തന്നെ വലയിലാവുന്ന തോന്നുന്നു.